ഇപ്പോൾ ഒരു 14 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ ആൺകുട്ടികൾക്ക് എന്ത് വരുന്ന വൈകാരിക ചിന്തകൾ വരും, ലൈംഗിക ചിന്തകൾ വരും. അപ്പൊ അതൊന്നും ഇപ്പോൾ വാപ്പാനോടും വേണം പറയില്ല, സുഹൃത്തുക്കളോടും പറയും. ഇതുവരെ ഉള്ളിൽ കൊണ്ടിടക്ക മാത്രമല്ല, ഈ രോഗം കാണുന്നതും നോക്കുന്നതും എല്ലാം അവർക്ക് എന്തായിരിക്കുന്നറിയോ, ഇതിന് പ്രചോദനം നൽകും. അതുകൊണ്ട് സ്വാഭാവികമായും അത് നിർവഹിക്കുവാനുള്ള കൃത്രിമമായ സ്വകാര്യ വഴികൾ അവർ തേടും. അങ്ങനെ ലൈംഗിക വൈകല്യങ്ങളിലേക്ക് പോകും. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? ഐക്യത്തിന്റെ മുന്നിൽ നമ്മളെന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ഒരു പയ്യൻ എന്ത് വെച്ചാൽ ഈ മൊബൈൽ നോക്കിയിട്ട് എന്താ, ഈ വേണ്ടാത്തതന്നെ കാണും. ഓൻ ഈ വേണ്ടാത്ത കാര്യങ്ങൾ തന്നെ ഈ മൊബൈൽ കാണും. കണ്ട് എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ, ഓന്റെ പെങ്ങള് കുളിക്കാൻ വേണ്ടി കയറിയ കുളിമുറിയിൽ നിന്ന് അവൾ എന്ത് ചോദിച്ചാൽ എന്തോ ഡ്രസ്സ് എന്തോ മറന്നു വെച്ചിട്ട് പെട്ടെന്ന് കയറിയ ഉടനെ അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് അനുജനെയാണ് കുളിമുറിന്റെ പുറത്ത്. അവൻ കുളിമുറിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആലോചിക്കണം നിങ്ങൾ. അവൾ പേടിച്ചോടി ഉമ്മന്റെ അടുത്ത് എത്തി. മനസ്സിലായി? ഇതിനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. വെറുതെ ചോദിച്ചു. ഓൻ എത്രയോ ചെറുപ്പം മുതൽ ഈ അശ്ലീല വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ കണ്ട എന്താ കാര്യങ്ങൾ? ഈ വീഡിയോയിൽ കാണുന്നത് ഓൻ ഒറിജിനൽ കാണണം. അതിനെന്താ വഴി? പക്ഷെ ആ ഉമ്മ ഒരു തീരുമാനം എടുത്തു. അവൻ ഈ വീട്ടിലുണ്ടോ, ഞാനും മോളും വീട്ടിലുണ്ടാവില്ല. അവൻ ഈ വീട്ടിലുണ്ടോ, ഞാനും മോളും ഈ വീട്ടിലുണ്ടാവില്ല. അവനെ കൊണ്ടുപോയാക്കി, ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയാക്കി. ആലോചിക്കണം. നമ്മളിതൊക്കെ വഷളായിട്ടേ നമ്മളിതൊക്കെ അറിയും. കുട്ടികളുടെ മനസ്സോ അവർ തെറ്റിലേക്ക് പോകുന്നതിനെ കുറിച്ചോ ഒന്നും നമ്മൾ അറിയുന്നില്ല. അവരെ നമ്മൾ നിരീക്ഷിക്കുന്നില്ല. ആയിരക്കണക്കിന് പ്രൊഫൈലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഇന്ന് തന്നെ മിസ്വാപ് സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. ഇൻഷാ അല്ലാഹ്.